എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള 2 തരം കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആദ്യം ചേമ്പും ഉണക്കമീനും ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള ഒരു ഉടച്ചുവെപ്പാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ അവിയൽ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു 3 ഉണക്ക മത്തി എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കുതിർത്തിയെടുക്കാം. എന്നിട്ട് അതങ്ങോട്ട് മാറ്റി വയ്ക്കുക. അതിനെ ക്ലീൻ ചെയ്തെടുക്കണം. അത് കുതിരുന്ന സമയം കൊണ്ട് നമുക്ക് ചേമ്പ് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഇതേപോലൊരു 3 ചേമ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനെ നന്നായിട്ടൊന്ന് തൊലി കളഞ്ഞ് ചുരണ്ടി എടുക്കാം. അപ്പോൾ ഈ രീതിയിൽ തൊലി കളഞ്ഞെടുക്കാം. ചുരണ്ടിയോ അല്ലെങ്കിൽ നമുക്ക് ചെത്തിയൊക്കെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. ഇത് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ വെച്ചിരുന്ന ഒരു അവിയലാണ്. കഞ്ഞിക്കോ ചോറിനോ ഒക്കെ നല്ല സൈഡായിട്ട് കഴിക്കാൻ പറ്റിയൊരു അവിയലാണ്. അപ്പോൾ അത് എടുത്ത് വെച്ചിരിക്കുന്ന ചേമ്പെല്ലാം ഈ ഒരു രീതിയിൽ നന്നായിട്ട് തൊലി കളഞ്ഞെടുക്കാം. ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇതേപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇനി നമുക്കിതിനെ ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ അത് ഏകദേശം ഇത്രയും നീളത്തിൽ മുറിച്ചെടുക്കാം. മുറിച്ചെടുത്തതിന് ശേഷം ഈ ഒരു പരുവത്തിൽ അവിയലിന് കട്ട് ചെയ്യുന്ന ആ ഒരു നീളത്തിൽ ഇതിനെ ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ചേമ്പെല്ലാം ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ അത് ചേമ്പെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഒന്ന് കഴുകിയതിന് ശേഷം വേവിക്കാനുള്ള ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചട്ടിയിലേക്ക് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഇനി വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ചേമ്പ് പെട്ടെന്ന് വേകുന്നത് കൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന മത്തി കഴുകി മുള്ള് കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പൂൺ ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അത് വേവിക്കാൻ വെച്ചതിന് ശേഷം അരപ്പ് തയ്യാറാക്കിയെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് എരിവിന് വേണ്ടി ചേർത്ത് കൊടുക്കാം. 3-4 വെളുത്തുള്ളിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് അവിയലിനൊക്കെ അരയ്ക്കുന്ന ആ പരുവത്തിൽ അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ അരപ്പ് തയ്യാറാക്കി കഴിഞ്ഞു. ഇനി അടുപ്പിലേക്ക് വെച്ചിരുന്ന കഷ്ണങ്ങൾ ഒന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരു പകുതി വേവ് വരെ ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. മിക്സിയിൽ നന്നായിട്ട് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടി മൂടി വെച്ച് അരപ്പൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. നന്നായിട്ട് വെന്തതിന് ശേഷം ഇതേപോലെ മൂടി മാറ്റി ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് ലൂസായിട്ടിരിക്കണം. ചേമ്പായതുകൊണ്ട് തന്നെ തണുക്കുന്ന സമയത്ത് ഇത് കുറച്ചുകൂടി ഒന്ന് കട്ടിയാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കാം. ചുവന്നുള്ളിയും കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമുക്ക് അവിയലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി താളിച്ചതും കൂടി അവിയലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ചേമ്പ് ഉണക്കമീൻ അവിയലാണ്. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. ഇത് നമുക്ക് ചൂട് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. തീർച്ചയായിട്ടും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അടുത്തത് ചക്കയും പച്ചമീനും ചേർത്തിട്ടുള്ള ഒരു ഉടച്ചുവെപ്പാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി കഴുകി വൃത്തിയാക്കിയ 5 കഷ്ണം അയല മീനുണ്ട്. അത് നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ മുട്ടയുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 10 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളകും 2-3 കഷ്ണം മാങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് വേഗം ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ അത് മീൻ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീൻ ഇതിൽ നിന്നും മാറ്റിയെടുക്കാം. മീൻ ചേർത്ത് കൊടുക്കുമ്പോൾ അയില തന്നെ ചേർത്ത് കൊടുത്തോളൂ. അതാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. ഇനി മീൻ വെന്ത ഈ വെള്ളത്തിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം ഒരു 1.5 കപ്പോളം ചക്കയുണ്ട്.
ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നീട് മൂടി വെച്ച് ചക്ക വേകുന്നതുവരെ വെയിറ്റ് ചെയ്യാം. ചക്ക വേകുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കി എടുക്കാം. അരക്കപ്പ് തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് ഒരു പച്ചമുളകും 3 വെളുത്തുള്ളിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തത് ചതച്ചെടുക്കാം. ഇനി ഈ അരപ്പ് വേഗം വെച്ചിരിക്കുന്ന ചക്കയിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് നല്ലതുപോലെ ഒന്ന് നിരത്തി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കാം. മീൻ വേവിച്ചെടുത്ത വെള്ളത്തിലിട്ട് ചക്ക വേവിക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകിച്ചൊരു ടേസ്റ്റാണ്. അരപ്പിന് നന്നായി ഒന്ന് ആവി വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരുന്ന മീൻ മുള്ളൊക്കെ കളഞ്ഞതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചക്ക പകുതി വേഗമായിട്ടുള്ളൂ. വീണ്ടും മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി മൂടി തുറന്നു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മീനും ചക്കയും അരപ്പും എല്ലാം കൂടി നല്ലതുപോലെ ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ഫ്ലെയിം സിമ്മിലാക്കി കൊടുത്ത് വീണ്ടും ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ അത് ചക്ക നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇളക്കിയതിന് ശേഷം ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്ത് ഒന്ന് മൂടി വയ്ക്കാം. 1 മിനിറ്റോളം മൂടി വെച്ചതിന് ശേഷം നമുക്ക് വിളമ്പിയെടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ചക്ക ഉടച്ചതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നീ ആൻഡ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.